6 സിനിമകളുടെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ. 6 സിനിമകൾ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ സിനിമ നമ്മുടെ തണ്ടർ ബോൾട്ട് എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ മാർവലിന്റെ ഈ വർഷത്തെ രണ്ടാമത്തെ സിനിമയാണ് തണ്ടർ ബോൾട്ട് എന്ന് പറഞ്ഞ സിനിമ. നിലവിലെ സിനിമ കേരള ബോക്സ് ഓഫീസ് മാത്രം 1 കോടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. 1,12,00,000 നിലവിലെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. നമ്മുടെ തണ്ടർ ബോൾട്ട് എന്ന് പറഞ്ഞ സിനിമ 15 ദിവസം കൊണ്ട് 1.12 കോടിയാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. മറ്റൊരു തമിഴ് സിനിമേന്റെയാണ് ടൂറിസ്റ്റ് ഫാമിലി എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. നിലവിലെ സിനിമ നമ്മുടെ ശശികുമാറിന്റെ ഏറ്റവും നല്ലൊരു ഫാമിലി ഗുഡ് ഫീൽ സിനിമ എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. തമിഴ്നാട്ടിലെ ബ്ലോക്ക് ബസ്റ്റർ വിജയമാണ് സിനിമ നേടിയെടുത്തിരിക്കുന്നത്. തമിഴ്നാട് ബോക്സ് ഓഫീസിലെ കേരളത്തിൽ നോക്കുകയാണെങ്കിൽ 1,22,00,000 കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് 15 ദിവസം കളക്ഷൻ ആയിട്ട് എന്തായാലും നല്ല റെസ്പോൺസ് കാണാൻ സാധിക്കുന്നുണ്ട്. അടുത്ത ആസിഫ് അലിന്റെ സിനിമയാണ് സർക്കിട്ട് എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കട്ട പുകയാണ്. സിനിമയുടെ കളക്ഷനൊക്കെ വളരെ കുറവാണ് 8 ദിവസം കൊണ്ട്. ഒരു പത്തറ്റിക് ഡിസാസ്റ്റർ ആയി മാറാൻ നല്ല ചാൻസ് കാണുന്നുണ്ട് സർക്കിട്ട് എന്ന് പറഞ്ഞ സിനിമ. കാരണം സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 8 ദിവസം കൊണ്ട് 1,86,00,000 കേരള ബോക്സ് ഓഫീസിന് മാത്രം സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഒരു ഫീൽ ഗുഡ് സിനിമ എന്നാണ് കേൾക്കാൻ സാധിച്ചത്. എന്നാൽ പോലും സിനിമയ്ക്ക് റെസ്പോൺസ് ഉണ്ടായിട്ട് പോലും നല്ലൊരു കളക്ഷനിലോട്ട് സിനിമയ്ക്ക് എത്താൻ സാധിക്കുന്നില്ല. മറ്റൊരു കോമഡി എന്റർടൈനർ സിനിമയാണ് നമ്മുടെ പടക്കളം എന്ന് പറഞ്ഞ ഷർഫുദ്ദീൻ സുരാജ് വെഞ്ഞാറൻമൂട് സിനിമ. സുരാജ് വെഞ്ഞാറൻമൂടിന്റെ ഒരു വിന്റേജ് കോമഡി ക്യാരക്ടർ റോൾ വന്നു എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത് പടക്കളം എന്ന് പറഞ്ഞ സിനിമയിലൂടെ. 8 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് നോക്കുകയാണെങ്കിൽ പടക്കളം സിനിമയ്ക്ക് 4 കോടിന് മുകളിലാണ് കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. 4.16 കോടിയാണ് 8 ദിവസം പടക്കളം എന്ന് പറഞ്ഞ സുരാജ് വെഞ്ഞാറൻമൂട് ഷർഫുദ്ദീൻ സിനിമയ്ക്ക് നേടിക്കാൻ സാധിച്ചിരിക്കുന്നത്. നിലവിൽ നമ്മുടെ രജനികാന്ത് സിനിമ ടീമിനെ കാണാൻ വന്നു എന്നും അതുപോലെ തന്നെ അഭിനന്ദിച്ചുമെന്നുമാണ് കേൾക്കാൻ സാധിക്കുന്നത്. പുതിയൊരു പോസ്റ്റർ സിനിമ ടീം പങ്കുവച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. അടുത്ത നമ്മുടെ ദിലീപേട്ടൻ്റെയും കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും നമുക്ക്. ഈ വർഷം കംബാക്കിന് സമയം തന്നെയാണ്. നമ്മുടെ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. സിനിമയുടെ കളക്ഷൻ നോക്കുകയാണെങ്കിൽ 7 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിന് മാത്രം 6,81,00,000 കാണാൻ സാധിക്കുന്നത്. സിനിമയ്ക്ക് നിലവിൽ കാണാൻ സാധിക്കുന്നത്. നല്ല റെസ്പോൺസ് കാണാൻ സാധിക്കുകയാണ് നമ്മുടെ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞ സിനിമയ്ക്ക്. ഓൾമോസ്റ്റ് 6,81,00,000 നിലവിൽ 7 ദിവസം കൊണ്ട് സിനിമ കരസ്ഥമാക്കിയിരിക്കുന്നത്. മറ്റൊരു ഈ വർഷത്തെ 100 കോടി സിനിമയാണ് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ തന്നെ നമ്മുടെ തുടരും എന്ന് പറഞ്ഞ സിനിമ. ബാക്ക് ടു ബാക്ക് 100 കോടിയും ബാക്ക് ടു ബാക്ക് 200 കോടിയും കളക്ഷൻ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. തുടരും സിനിമയ്ക്ക് ഓൾമോസ്റ്റ് കേരളത്തിൽ മാത്രമായിട്ട് ഇന്നലെ മാത്രം കളക്ഷൻ എടുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് 1.66 കോടിയാണ് സിനിമയ്ക്ക് ഇന്നലെ മാത്രം കേരളത്തിൽ മാത്രം ഒരു ദിവസം കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. നിലവിലെ സിനിമയ്ക്ക് 21 ദിവസം കേരള ബോക്സ് ഓഫീസ് ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ 103.55 കോടിയാണ് കാണാൻ സാധിക്കുന്നത്. ഒരു ബ്ലോക്ക് ബസ്റ്റർ വിജയം തന്നെയാണ് കേരളത്തിൽ മാത്രം സിനിമ നേടിയെടുത്തിരിക്കുന്നത് നമ്മുടെ തുടരും എന്ന് പറഞ്ഞ സിനിമ. എന്തായാലും കാത്തിരിക്കും നമുക്ക് തുടരും സിനിമയുടെയും മറ്റ് സിനിമകളുടെയും കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. ഇതിൽ ഏതെങ്കിലും സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടവരാണെങ്കിൽ ആ ഒരു സിനിമയുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്ക് സ്റ്റുഡിയോസ് യൂട്യൂബ് ചാനൽ കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട്. അത് മാത്രമല്ല +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾ കോളേജ് അഡ്മിഷൻസ് അതുപോലെ തന്നെ ഹോസ്റ്റൽ ഫീസ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നതായിരിക്കും. ഇവർ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് +2 കഴിഞ്ഞിട്ട് ഏത് കോളേജാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ആ കോളേജിനുള്ള അഡ്മിഷൻ്റെ കാര്യങ്ങളും പേപ്പർ വർക്ക് ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. നിങ്ങൾക്ക് എന്തായാലും അറിയുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എന്തായാലും കാത്തിരിക്കുന്ന നമുക്ക് മറ്റൊരു സിനിമ വാർത്തകൾക്കായിട്ട്.